മലപ്പുറം കോട്ടക്കൽ പുത്തൂരിൽ ഒരു വാഹനാപകടം ഉണ്ടായി. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി 2 കാറുകളും സ്കൂട്ടറും ഇടിച്ച് തെറിപ്പിച്ചു എന്നാണ് വിവരം. ഇതിൽ 6 പേർക്ക് പരിക്കേറ്റെന്നും വാർത്ത. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നിലവിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. ഇന്ന് രാവിലെ 7:30 കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കോട്ടക്കൽ പുത്തൂരിൽ വാഹനാപകടം സംഭവിച്ചിരിക്കുന്നത്. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി 2 കാറുകളിലും 1 സ്കൂട്ടറിലും ഇടിച്ച് തെറിപ്പിച്ച് സമീപത്തെ ട്രാൻസ്ഫോമറിൽ ഇടിച്ചാണ് നിന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഇതിൽ 8ഓളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിന് പിന്നാലെ വാഹനം മുന്നോട്ട് പോവുകയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ അപകടം സംഭവിച്ചത്? ഇവിടെ കാലങ്ങളായിട്ട് സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചത്? ഇന്ന് അവിടെ മേലെന്നാണ് ലോറി വരുന്നത്. അവിടെ ഏത് സമയത്തും ഞങ്ങളിവിടെ ജനകീയമായിട്ട് പ്രക്ഷോഭം വരെ നടത്തിയതാണ്. ഇത് ഉദ്യോഗസ്ഥര് ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്തു. സംഭവിച്ചാൽ രാവിലെയാണ് അവിടുന്ന് വണ്ടി വരുന്നത്. ഈ വണ്ടി വരുന്നത് ബ്രേക്ക് ഇല്ലാതെ വന്നിട്ടാണ് ഇത് പോയി ഇടിക്കുന്നത്. ഇത് കാലങ്ങളായിട്ട് നമ്മൾ എല്ലാ വണ്ടിക്കാരും എന്താ പറയില്ല, ബ്രേക്ക് ഇല്ല, അങ്ങോട്ട് അവിടുന്ന് വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് ശക്തമായ പ്രതിഷേധം ഇനി ഇവിടുന്ന് നാട്ടുകാരുണ്ടാവും എന്നുള്ളതാണ്. ഈ റോട്ടിൽ കൂടെ ഇനി വലിയ വണ്ടികൾ വരുന്നത് തടയാനുള്ള തീരുമാനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും നിലപാടെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനെതിരെ ശക്തമായ ജനകീയമായിട്ട് ഇവിടെ പോരാടുന്നതാണ്. ആ റോഡ് ഞങ്ങൾ മൊത്തം വലിയ വണ്ടി പോരാതെ ലെവലിൽ അടച്ചിടും. അത്രയാണ് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ. എത്ര മരണം ഇവിടെ സംഭവിക്കുന്നുണ്ട് ഓരോ കണക്കെടുക്കുമ്പോൾ. ഞങ്ങൾ ഈ പല സ്ഥലത്തും പല രീതിയിലും പഞ്ചായത്ത് അടക്കം ഇവിടുത്തെ നാട്ടുകാരടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെതിരെ എല്ലാ സ്ഥലത്തും ഇനി പോവാത്ത സ്ഥലങ്ങളില്ല.